Hi days, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിൽസൺസ് തിയറം ആണ്. വിൽസൺസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് if p is a prime number then p minus 1 factorial is congruent to minus 1 mod p. p എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ് എങ്കിൽ p minus 1 factorial എന്നുള്ളത് minus 1 കോൺഗ്രുവൻ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് p minus 2 factorial is congruent to 1 mod p എന്നുള്ളത്. ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. അതായത് കാരണം p minus 1 is congruent to minus 1 mod p എന്നുള്ളതാണ്. ഇവിടെ p minus 1 എന്നുള്ളത് p ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് നമുക്ക് ഇത് ഈ രണ്ട് റിലേഷൻസ് ഒന്നും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ p minus 2 factorial is congruent to 1 mod p എന്നുള്ളത് നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. സിമ്പിൾ. Now ഇതിന്റെ ഒരു ഇലസ്ട്രേഷൻ ആണ്. ഇപ്പൊ നമ്മൾ p equal to 11 എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ p equal to 11 എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ റിലേഷൻ വരുന്നത് p minus 1 factorial അതായത് 10 factorial is congruent to minus 1 mod 11 എന്നുള്ളതാണ് റിസൾട്ട് വരിക. അപ്പൊ നമുക്കിത് നോക്കാം, ഇതിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. 11 എന്നുള്ളതിന്റെ താഴെയുള്ള നമ്മളെ നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 10 എന്നുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1ഉം 10ഉം സെൽഫ് കോൺഗ്രുവൻ്റ് ആണ്. 1ന്റെ സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ 1ന്റെ ഇൻവേഴ്സ് 1 തന്നെ, 10ന്റെ ഇൻവേഴ്സ് 1 തന്നെ. ബാക്കിയുള്ളതിനെ നമുക്ക് പേയേഴ്സ് ആയിട്ട് നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. 2 and 6 2 into 6 12 is congruent to 1 mod 11 ആണ് വരുന്നത്. അതേപോലെ 3 into 4 5 and 9 5 45 is congruent to 1 mod 9 7 56 ഇവ ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ 2 into 6 is congruent to 1 mod 4 ആണ് വരുന്നത്. 3 into 4 എന്നുള്ളത് congruent to 1 mod 11 ആണ് വരുന്നത്. 5 into 9 is congruent to 1 mod 11 ആണ് വരുന്നത്. 7 into 8 is congruent to 1 mod 11 ആണ് വരുന്നത്. അപ്പോൾ 11 factorial എന്നുള്ളതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ കോൺഗ്രുവൻ്റ് എടുക്കുന്ന സമയത്ത് 1 is congruent to 1 mod 2, 2 into 6 is congruent to 1 mod 11, 3 into 4 is congruent to 1 mod 11, 5 into 9 is congruent to 1 mod 11, 7 into 8 is congruent to 1 mod 11 and 10 is congruent to itself. Then so ഇവയുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ which is congruent to 10 mod 11 എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. 10 എന്ന് പറയുന്നത് 10 is congruent to minus 1 mod 11 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതിന്റെ പ്രൂഫ് പറഞ്ഞത്. അപ്പോൾ p equal to 11 എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെടുക്കാൻ പറ്റി, 11 minus 1 factorial is congruent to minus 1 mod 11 എന്നുള്ളത് നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഇതിന്റെ ഒരു കോൺവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തിയറമാണ്. തിയറം പറയുന്നത് if n is a positive integer such that n minus 1 factorial is congruent to minus 1 mod n then n is a prime number എന്നുള്ളതാണ് റിസൾട്ട്. നമ്മൾ വിൽസൺസ് തിയറത്തിൽ പറഞ്ഞത് if p is a prime number then p minus 1 factorial is congruent to minus 1 mod p എന്നുള്ളത് റിസൾട്ട് ആണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് n എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. n minus 1 factorial 2 is congruent to minus 1 mod 11 ആണ് എങ്കിൽ, അങ്ങനെ വരികയാണ് എങ്കിൽ n ഒരു പ്രൈം നമ്പർ ആയിരിക്കും. അതായത് പ്രൈം നമ്പർ ആണെന്ന കേസിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വിൽസൺസ് തിയറം എന്ന് പറയുന്നത് ഒരു നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞ തിയറത്തിന്റെ കോൺവേഴ്സ് പാർട്ടും ട്രൂ ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു തിയറത്തിൽ പറയുന്നത്. നമുക്ക് ഇതിന്റെ പ്രൂഫിലേക്ക് പോകാം. ഓക്കെ, പ്രൂഫ്. We can prove this by the method of contradiction. If possible, let n is not a prime. n എന്നുള്ളത് ഒരു പ്രൈം നമ്പർ അല്ല എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. n ഒരു പ്രൈം നമ്പർ അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, n has a divisor greater than 1. Then n has a divisor d such that
1 less than d less than n minus 1. n ന്റെ n 1 ന്റെയും n minus 1 ന്റെയും less than or equal to n minus 1. 1 ന്റെയും n minus 1 ന്റെയും ഇടയിലായിട്ട് n ന് ഡിവൈസസ് ഉണ്ടായിരിക്കും. അപ്പോഴാണ് n എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ലാതിരിക്കുന്നത്. Now d is less than or equal to n minus 1 ആണ്. Now also d is less than or equal to n minus 1 and d is a divisor of n. So d is less than or equal to n minus 1, therefore d divides n minus 1 factorial also. d എന്നുള്ളത് n minus 1 നേക്കാളും താഴെയുള്ള ഒരു ഇന്റിജർ ആയതുകൊണ്ട്, പോസിറ്റീവ് ഇന്റിജർ ആയതുകൊണ്ട് n minus 1 factorial എന്നുള്ള ടേം എടുക്കുന്ന ആ പ്രോഡക്റ്റിൽ d എന്ന് പറയുന്ന ടേം വരും. അതുകൊണ്ട് d divides n minus 1 factorial also. ഓക്കെ, ഇനി നമ്മൾ തിയറത്തിൽ തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് n minus 1 factorial is congruent to minus 1 mod 11 എന്നുള്ളത് mod n എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കോൺഗ്രുവൻസിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത് n minus 1 factor n divides n minus 1 factorial plus 1. Okay, n minus 1 factorial plus 1, which implies d is a divisor of n and n divides this. Therefore, d divides n minus 1 factorial plus 1, which implies therefore നമുക്ക് കിട്ടിയത് d divides n minus 1 factorial and d divides n minus 1 factorial plus 1. From these two relations, d divides n minus 1 factorial and d divides n minus 1 factorial plus 1, which implies d divides 1 d divides 1 means d equal to 1. അപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കുന്ന സമയത്ത് n minus 1 factorial plus 1 നെയും n minus 1 factorial രണ്ട് അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസേഴ്സ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരേ ഒരു ഇന്റിജർ എന്ന് പറയുന്നത് 1 മാത്രമാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ d equal to 1 ആയിരിക്കും. അതായത് n ന്റെയും n minus 1 ന്റെയും 1 ന്റെയും n minus n ന്റെയും ഇടയിലുള്ള ഒരു ഡിവൈസർ ആവാൻ പറ്റുന്നത് d equal to 1 ആണ്. That which it is a contradiction. It's a contradiction. Therefore n is a prime. ഓക്കെ, n is a prime എന്നുള്ളത് നമുക്ക് കിട്ടി. നമുക്ക് ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു പാർട്ടിലുള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് പ്രോബ്ലംസിലേക്ക് വരാം. ഓക്കെ, ഫൈൻഡ് എ പ്രൈം നമ്പർ. ഫൈൻഡ് ദി റിമൈൻഡർ when 18 factorial is divided by 23. 18 factorial എന്നുള്ള നമ്പറിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം 5 factorial equal to 120, 6 factorial equal to 720. അപ്പോൾ ഇനി 8 factorial, 9 factorial ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ 18 factorial എന്ന് പറയുന്നത് നമുക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല. അപ്പോൾ അതിന് ഈ വിൽസൺസ് തിയറം ഉപയോഗിച്ച് എങ്ങനെയാണ് 18 ഫാക്ടോറിയലിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി റിമൈൻഡർ when 18 ഫാക്ടോറിയൽ ഈസ് ഡിവൈഡഡ് ബൈ 23 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് വരാം. സൊല്യൂഷനിൽ we know that by the 23 is a prime number. 23 is a prime number. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. By Wilson's theorem, പറയുന്നത് p minus 1 factorial is congruent to minus 1 mod p എന്നുള്ളതാണ്. Therefore, 23 minus 1 factorial is congruent to minus 1 mod p, or 22 factorial is congruent to minus 1 mod p എന്നുള്ളതിന് നമുക്ക് ഇവിടെ വാല്യൂ കൊടുക്കാം minus 1 mod 23, or 22 factorial is congruent to 22 mod 23 എന്നുള്ളതാണ് നമുക്ക്
വിൽസൺസ് തിയറത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് 18 ഫാക്ടോറിയലിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 22 ഫാക്ടോറിയൽ എന്നുള്ളതിനെ 22 into 21 into 20 into 19 into 18 ഫാക്ടോറിയൽ എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു 22 എന്നുള്ളത് 23 minus 1 into 23 minus 2 into 23 minus 3 into 23 minus 4 into 18 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ ടേമുകൾ ബ്രാക്കറ്റിൽ വരുന്ന ടേമുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ടേം അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം 23യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 23 വരാത്ത ഒരു ടേം എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് വരുന്ന 1 into 2 into 3 into 4 എന്നുള്ളതാണ്. അതിന്റെ സിമ്പിൾ, അതിന്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. 1 into 2 into 3 into 4 into 18 ഫാക്ടോറിയൽ into a multiple of 23 ആണ് വരുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു സം multiple of 23 plus 1 into 2 into 3 1 into 2 into 3 into 4 3 into 4 12 12 into 2 എന്ന് പറയുന്നത് 24 ആണ്. 24നെ നമുക്ക് 23 plus 1 എന്നുള്ള ഫോമിൽ എഴുതാം into 18 ഫാക്ടോറിയൽ. Therefore we can write 22 factorial is congruent to multiple of 23 plus 1 into 18 factorial. So it is congruent to 18 factorial mod 23 എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Put it as equation number 2. ഇനി ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എടുക്കുക. 22 is congruent to 18 factorial mod 23 and 22 factorial is congruent to 22 mod 23 from 1 and 2. 1 and 2 we can write, we will get 18 factorial is congruent to 22 mod 23. Therefore the remainder is 22 when 18 factorial is divided by 23. 18 factorial എന്നുള്ളതിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്നുള്ളത് 22 ആണ്. ഓക്കെ, the remainder when 18 factorial is divided by 23 is 22. അപ്പോൾ ഇതിൽ ഇനി ബാക്കിയുള്ള പ്രോബ്ലംസും കൂടെ ഉണ്ട്. കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള പ്രോബ്ലംസ്, സിമിലർ പ്രോബ്ലംസ് എക്സസൈസിലുണ്ട്. എക്സസൈസിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.